ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബസ് ഡ്രൈവിംഗ് ഇന്തോനേഷ്യയിൽ നമ്മുടെ ബസ് മോഡ് മാറ്റുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ കേരള ബസ് മോഡ് ലിവറി എന്ന ആപ്പ് ഇങ്ങനെ സെർച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇങ്ങനെ ഒരു ആപ്പ് വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ആദ്യം നിങ്ങൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്ലേ കൊടുത്ത് ഇതിൻ്റെ അകത്ത് കയറുക. ഗൈസ്, നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു പേജ് കിട്ടും. അതിൽ നിങ്ങൾ ആദ്യം ബസ് മോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക ഗൈസ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ് എടുക്കുക. എൻ്റെ ഇപ്പോൾ ഈ ബസ്സുകളിൽ എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനായിട്ട് ഒരു ബസ് അങ്ങ് എടുക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ബസ്സുകളും ഇവിടെ ഉണ്ട്. ജയ്ഗുരു ഉണ്ട് ഗൈസ്. ഇതിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ കൊമ്പൻ എന്ന് പറഞ്ഞൊരു മോഡുണ്ട് ഗൈസ്. അത് നിങ്ങൾ എടുക്കരുത്. അത് ഉത്രാടം ബസ്സാണ് വരുന്നത്. ഈ കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു ബസ്സിൻ്റെ ഒരു മോഡ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ എടുക്കരുത് ഗൈസ്. അത് ഉത്രാടം ബസ്സാണ്. അവരെന്നെ മോഡിഫൈ ചെയ്താണ് കൊമ്പനാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്തെടുക്കാം. പക്ഷേ അതിന് ഉത്രാടം ആക്കി നിങ്ങൾക്ക് ആദ്യം കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഞാൻ ഈ ബസ് എടുക്കുകയാണ്. ഇനി ഈ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇത് ഡൗൺലോഡ് ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. दोस्तों, बस हाँ या ना का बटन दबाओ और आसानी से करोड़ों कमाओ. MPL ओपिनियन है वो ओपिनियन ट्रेडिंग गेम जहां पर ऐड കയറി വരുന്നതാണ്. അത് ഞാനൊന്ന് മാറ്റി. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ബസ് ഡ്രൈവിംഗ് ഇന്തോനേഷ്യ എന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആപ്പ് ഗൈസ്, ഇത് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന ബസ്. അതിനെയാണ് ഞാൻ മോഡിഫൈ ചെയ്ത് കൊമ്പനാക്കി എടുത്തിരിക്കുന്നത് ഗൈസ്. ഇതിൽ നമ്മൾ ഈ മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിറയെ വണ്ടികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മോഡ്സ് വരുന്നത്. നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ട. ഈ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് ഡിവൈസ് ഗാലറി എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 1 സെക്കൻഡ് ലോഡിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിൻ്റെ ഇത് കാണും. അതിൽ നിങ്ങൾ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കേരള മോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇതാണ്. അപ്പോൾ നമുക്കിതെടുക്കാം. അങ്ങനെ നിങ്ങൾക്കിങ്ങനെ കുറച്ച് ഇത് വരും. നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് മണി കൊടുക്കുക. സമയം ഇല്ലെങ്കിൽ യൂസ് മണി കൊടുക്കുക. അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ കൊടുക്കുക. ഗൈസ്, എൻ്റെ പൈസ ഇല്ല. ഞാൻ കൊമ്പൻ ബസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ പൈസ എല്ലാം ഉപയോഗിച്ചു ഗൈസ്. അതുകൊണ്ട് എൻ്റെ 7.350 രൂപയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ കൊടുത്തത്. ഈ ആഡ് മാറ്റുക. ഗൈസ്, മാറ്റിയ ഉടനെ നിങ്ങൾക്കിങ്ങനെ ഒരു ഇത് വരും. എന്നിട്ട് ഇവിടെ താഴെയുള്ള 2 ഗാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക.
ഗൈസ് എൻ്റെ കയ്യിലുള്ള ബസ് കളക്ഷനും കൂടി നിങ്ങൾ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ഉത്രാടം ബസ്. ഇതാണ് ഞാൻ പറഞ്ഞ കൊമ്പൻ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത് ഉത്രാടം ബസ്സാണ് ഗൈസ്, അതുകൊണ്ട് നിങ്ങൾ എടുക്കരുത് ഗൈസ്. ഇത് KSRTC ആണ് ഗൈസ്. ഇത് ജയ് ഗുരു. ഞാൻ ഒരു ദിവസം ഓഫ് റോഡ് റൈഡിന് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ റിപ്പയർ ചെയ്യാൻ മറന്നുപോയി. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. അത് നിങ്ങൾ ഇവിടെ സൈഡിൽ ആരോ കൊടുക്കുമ്പോൾ ഈ ആഡ് കാരണം അത് മാറുന്നതാണ്. സോറി ഗൈസ്. ഗൈസ് അടുത്ത ഇന്ത്യയിലുള്ള ബസ് ഇത് ദ കിങ് എന്ന് പറഞ്ഞ ബസ്സാണ്. അതിൻ്റെ വാൾപേപ്പർ മാറ്റിയെടുത്തതാണ് ഗൈസ്. ഈ ബസ്സാണ് ഇതിഹാസം എന്ന് പറഞ്ഞ ബസ്. അതിൻ്റെ വാൾപേപ്പർ മാറ്റിയെടുത്തതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ മോഡ് വെച്ചെടുത്ത ബസ്സുകളാണ് ഗൈസ്. ഇത് യോദ്ധാവാണ്, പക്ഷെ കൊമ്പൻ എന്ന ലോഗോ മാത്രം ഫ്രണ്ടിൽ വന്നില്ല ഗൈസ്. അത് എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന ബസ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ബസ്സിനെ കൊമ്പനാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ കേരള ബസ് മോഡ് ലിവറീസ് എന്ന് പറഞ്ഞ ആപ്പിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ സൈഡിലുള്ള ആരോ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഹോം പേജ് കിട്ടും. ഇതിൽ മാപ്പും കാർസും ട്രാഫിക് മോഡ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ എടുക്കാനുള്ള മോഡുകളെല്ലാം ഉണ്ട്. പക്ഷേ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ബസ്സിൻ്റെ മോഡ് എങ്ങനെ മാറ്റുമെന്ന് ഇത് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് അതിനെ കൊമ്പനാക്കി എടുക്കണമെങ്കിൽ ഇവിടെ ജെറ്റ് ബസ് ലിവറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് കിട്ടും. അത് വീണ്ടും പരസ്യം കയറി വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് KSRTC ആണ് വേണ്ടതെങ്കിൽ അതെടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും എടുക്കാം. ഞാൻ കൊമ്പനെടുത്ത് ടൂറിസ്റ്റ് ജെറ്റ് ബസ് ലിവറീസിലെന്നാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഗൈസ് നിങ്ങൾ ഇതിലെന്ന മോഡ് എടുക്കുകയാണെങ്കിൽ കൊമ്പൻ ബസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന ബസ് അതിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ ബസ്സിൽ വരില്ല. അതോ നിങ്ങൾക്ക് ജയ്ഗുരു ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മോഡ് വഴി എടുക്കുക. കാരണം മോഡിൽ കൊമ്പനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്ന് എടുത്തത്. ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1S ഈ ബസ്സാക്കാൻ. ഗൈസ് ഞാൻ ഇതാണ് എടുത്തത് എൻ്റെ ബസ് ഇടാൻ വേണ്ടി. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇവിടെ നിറയുണ്ട് 1S. ഗൈസ് 1S ആണ് കൂടുതലുമുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഗൈസ് കൊമ്പൻ ദാവൂദുണ്ട്. എല്ലാ ടൈപ്പ് 1Sഉം ഇവിടെ ഉണ്ട്. ഗൈസ് ഞാനിപ്പോൾ ഈ പോയിൻ്റ് കാണിക്കുന്ന കൊമ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ ഇതിനെ അറിയാമെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ്സുകളുണ്ട്. ഇതിലുള്ള ബസ്സുകൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഏറ്റവും ആദ്യം കിട്ടുന്ന ബസ്സിലിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് ഇവിടെ കിട്ടും. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഗൈസ് ഈ വീഡിയോയിൽ ഞാൻ ഇത്രയുമേ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.